എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നു മുതൽ നമ്മളൊരു പഠന പരമ്പര ആരംഭിക്കാൻ പോവുകയാണ്. ഈ സ്റ്റഡി സീരീസിൽ നമ്മൾ ലോകത്തെ പ്രശസ്തമായ ബുക്കുകൾ എടുക്കുകയും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ, ഇതിലെ ഉദാഹരണങ്ങളും അതിലെ പഠനങ്ങളും എല്ലാം തന്നെ കൃത്യമായി വിശകലനം ചെയ്ത് ആ പുസ്തകം പൂർണ്ണമായും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന്റെ തുടക്കമെന്ന രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചെസ് ബുക്കാണ് ഡിവോസ്കീസ് എൻഡ് ഗെയിം മാനുവൽ. ഈ പുസ്തകം നിങ്ങൾ പൂർണ്ണമായി വായിക്കുകയാണെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് അറിയാവുന്ന എല്ലാ എൻഡ് ഗെയിം സിദ്ധാന്തങ്ങളും നിങ്ങൾക്കും പഠിക്കാൻ സാധിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. പോൺ എൻഡ് ഗെയിംസ് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഈ പുസ്തകത്തിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന കാര്യം കീ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഈ ആശയത്തെ കൃത്യമായി വിശകലനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം 2 പൊസിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ കീ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴുള്ളത് കീ സ്ക്വയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ പൊസിഷനിലാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതുമാണ്. ഇദ്ദേഹത്തിന്റെ നിർവചനം അനുസരിച്ച് കീ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോണിൽ നിന്ന് ഒരു സ്ക്വയർ ഒഴിവാക്കിയതിനു ശേഷമുള്ള ഈ കാണുന്ന 3 സ്ക്വയറുകളായിരിക്കും. അതിനുശേഷം ഡിവോസ്കി പറയുന്ന കാര്യം, ഈ പോണിന്റെ കീ സ്ക്വയർ ഇതാണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കിങ് ഈ കാണുന്ന 3 സ്ക്വയറുകളിൽ എവിടെയെങ്കിലും എത്തിച്ചേർന്നാൽ മാത്രം മതി ഈ ഗെയിം വിജയിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ കാണുന്ന 3 സ്ക്വയറുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ബ്ലാക്കിന്റെ മൂവ് ആയാലും ശരി, വൈറ്റിന്റെ മൂവ് ആയാലും ശരി, വൈറ്റിന് വിജയിക്കാൻ സാധിക്കും എന്നർത്ഥം. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ കാണുന്ന ഈ പൊസിഷനിൽ നമ്മുടെ കിങ് കീ സ്ക്വയറിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം വിജയിക്കണമെങ്കിൽ ഇവിടെ ആരുടെ മൂവാണ് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരും. ഇവിടെ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ഗെയിം ചിലപ്പോൾ സമനിലയാവാം. പക്ഷെ ഇവിടെ ബ്ലാക്ക് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് കിങ് C7ലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് കിങ്ങിന് E6ലേക്ക് വരാൻ കഴിയും. നമുക്കറിയാം ഈ പോണിന്റെ കീ സ്ക്വയർ എന്ന് പറയുന്നത് ഇവ 3ഉമാണ്. അതിൽ നമ്മുടെ വൈറ്റ് കിങ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഗെയിം വൈറ്റിന് വിജയിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോവാം. ഇവിടെ ഈ പുസ്തകത്തിലെ രചയിതാവ് പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഈ പോൺ ഇപ്പോഴുള്ളത് 5th റാങ്കിലാണ്. പോൺ 5th റാങ്കിലാണെങ്കിൽ ഈ പോണിന്റെ കീ സ്ക്വയറുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 അതുപോലെ തന്നെ ഈ കാണുന്ന 3 കീ സ്ക്വയറായി തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ ഈ പൊസിഷനിൽ വൈറ്റ് ഒരു കീ സ്ക്വയറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ അതിന്റെ ഉദാഹരണവും പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ വൈറ്റിന്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് കിങ്ങിനെ A6ലേക്ക് മൂവ് ചെയ്യിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇവിടെ കിങ് C6ലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമുക്ക് അതിലേക്ക് വരാം. കിങ്ങിനെ A6ലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കിങ് A8ലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം വൈറ്റ് B6ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ് B8ലേക്ക് വരുന്നു. വൈറ്റ് വീണ്ടും പോണിനെ പുഷ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരേ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ. കിങ് C7ലേക്ക് വരുന്നു. അതിനുശേഷം വൈറ്റിന്റെ കിങ് A7ലേക്ക് വരികയും ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യുകയും തുടർന്ന് ഈ ഗെയിം വിജയിക്കാനും സാധിക്കും. ഇനി ഈ പൊസിഷനിൽ വൈറ്റ് കിങ് C6ലേക്കാണ് വന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു വിഷയം, ബ്ലാക്ക് കിങ്ങിന് അടുത്തതായിട്ട് A7ലേക്ക് വരാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ പോണിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് കിങ് A8ലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാം ഈ പോൺ നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് കിങ് B8ലേക്ക് വരികയും പിന്നീട് ഈ ഗെയിം സമനിലയായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ കീ സ്ക്വയറിൽ കിങ് എത്തുക എന്നുള്ളത് മാത്രമല്ല, പിന്നീട് അവിടുന്ന് എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പൊസിഷനും കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ 2 പൊസിഷനാണ് ഇപ്പോൾ അനലൈസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ പേജിലെ മൂന്നാമതായിട്ട് കാണുന്ന പൊസിഷൻ കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മൂന്നാമത്തെ പൊസിഷനിൽ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. ഇനി എന്തായിരിക്കും ഇവിടുത്തെ വൈറ്റിന്റെ കൃത്യമായ പ്ലാൻ? നമുക്കറിയാം ഈ പോണിന്റെ കീ സ്ക്വയറുകൾ എന്ന് പറയുന്നത് ഇവ 3ഉമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കിങ്ങിന് ഈ 3 സ്ക്വയറുകളിലേക്ക് എത്താനായിരിക്കും ആഗ്രഹം. അത് തടയുക എന്നുള്ളതായിരിക്കും ഈ കിങ്ങിന്റെ ലക്ഷ്യം. അപ്പം ഈ ഗെയിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. വൈറ്റ് കിങ് ഇവിടെ C2ലേക്ക് വരുന്നു. ബ്ലാക്ക് കിങ് E7ലേക്ക് വരുന്നു. വൈറ്റ് കിങ് B3ലേക്ക് വരുന്നു. അതിനുശേഷം ബ്ലാക്കിന്റെ കിങ് D6ലേക്ക് വരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കാണുന്ന 3 സ്ക്വയറിലേക്ക് വൈറ്റിന്റെ കിങ് എത്താതിരിക്കുക എന്നുള്ളതാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. അടുത്തായിട്ട് വൈറ്റിന്റെ മൂവ് ആണ്. വൈറ്റിന് ഇവിടെ 2 രീതിയിൽ ഈ ഗെയിമിലേക്ക് വരാവുന്നതാണ്. ഇതിൽ ഏത് റൂട്ടായിരിക്കും കൃത്യമായ റൂട്ട്? വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിനുള്ള ഉത്തരം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ കൃത്യമായ ആൻസർ എന്ന് പറയുന്നത് കിങ് A4 ആണ്. ബ്ലാക്ക് കിങ് C6ലേക്ക് വരുന്നു. വൈറ്റ് കിങ് A5ലേക്ക് വരുന്നു. ഇനി ബ്ലാക്ക് ആണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്ക് കിങ്ങിനെ B7ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റ് കിങ്ങിന് B5ലേക്ക് വരാൻ സാധിക്കും. ഇനി ഈ കിങ് ഈ കാണുന്ന ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് C7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കിങ്ങിന് A6ലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ പോണിന്റെ കീ സ്ക്വയറിലാണ് നമ്മുടെ
ഈ കിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം വിജയിക്കാൻ സാധിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കിങ് A4ലേക്ക് വരാതെ കിങ്ങിനെ C4ലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തായിട്ട് ബ്ലാക്കിന്റെ കിങ് C6ലേക്ക് വരുന്നതായിരിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കിങ്ങിന് ഈ കാണുന്ന സ്ക്വയറുകളിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഗെയിം സമനിലയാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് മൂന്നാമത്തെ പൊസിഷൻ. ഈ പൊസിഷനും നിങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ പുസ്തകത്തിലെ അടുത്ത പേജിലേക്ക് ചെല്ലാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 പൊസിഷനും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കാണുന്നതാണ് നാലാമത്തെ പൊസിഷൻ. ഈ നാലാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപായി പ്രേക്ഷകരോടൊരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടാണ് ഈ പുസ്തകം പൂർണ്ണമായി വായിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. പൊതുവെ ഇത്രയും വീഡിയോ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ചെസ്സിന്റെ ഗെയിമുകൾ കാണാൻ അധിക പേർക്കും താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് അറ്റാക്കിംഗ് ഗെയിമുകൾ, അതുപോലെ തന്നെ ടാറ്റിക്സ് ഉള്ള ഗെയിമുകളൊക്കെ. പക്ഷേ ചെസ്സിന്റെ പ്രധാനപ്പെട്ട തിയറികൾ പഠിക്കാനും ചെസ് ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ ഇടുന്ന സമയത്ത് പൊതുവെ ആളുകൾ കാണുന്നത് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഉപകാരപ്രദമാണോ അല്ലയോ എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ സമയം അനാവശ്യമായി വേസ്റ്റായി പോകുന്നു എന്നുള്ളതാണ്. നമുക്കിനി ഈ കാണുന്ന നാലാമത്തെ പൊസിഷനിലേക്ക് വരാം. ഈ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ പൊസിഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് വേരിയേഷൻസ് ഒക്കെ വരുന്നത്. നമുക്ക് എന്തായാലും ഈ പൊസിഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ നാലാമത്തെ പൊസിഷൻ ആണ്. ഇവിടെ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വൈറ്റിന്റെ കീ സ്ക്വയറുകൾ എന്ന് പറയുന്നത് ഇവ 3 നമുക്ക് ഈ ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. വൈറ്റ് കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇവിടെ ബ്ലാക്കിന് പ്രധാനമായും 2 രീതിയിലുള്ള മൂവുകളാണ് സാധ്യമായിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ കിങ്ങിനെ ഇപ്പോൾ തന്നെ D7ലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പോണിനെ H4ലേക്ക് മൂവ് ചെയ്യിക്കാം. ഈ 2 മൂവുകളെയും നമ്മൾ പ്രത്യേകം പരിഗണിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യം ആദ്യം നോക്കാം. ഈ കിങ് D7ലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈറ്റ് കിങ് അടുത്തായിട്ട് G3ലേക്ക് മൂവ് ചെയ്യും. ബ്ലാക്ക് കിങ് E6ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം വൈറ്റ് കിങ് H4ലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഈ പോണിന്റെ കീ സ്ക്വയറുകളിലാണ് വൈറ്റിന്റെ കിങ് ഉള്ളത്. ഈ പൊസിഷനിൽ വെച്ച് ഈ ഗെയിം എങ്ങനെ ജയിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം പുറകോട്ട് പോവാം. ഇനി ഈ പൊസിഷനിൽ ബ്ലാക്കിന്റെ തന്ത്രപരമായ ഒരു മൂവ് പോണിനെ H4ലേക്ക് മൂവ് ചെയ്യിച്ചു എന്ന് വിചാരിക്കുക. ഇനി എന്തായിരിക്കും വൈറ്റിന്റെ കൃത്യമായ മൂവ്? ഇവിടെ വളരെ ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ വൈറ്റിന്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് കിങ്ങിനെ G1ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി സപ്പോസ് കിങ്ങിനെ F3ലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ സംഭവിച്ചാൽ ബ്ലാക്കിന് ഇവിടെ വളരെ തന്ത്രപരമായ ഒരു മൂവ് സാധ്യമാണ്. ബ്ലാക്ക് പോണിനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ പോൺ കൊണ്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കിങ്ങിന് വളരെ പെട്ടെന്ന് തന്നെ H8ലേക്ക് വരാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം ഈ കിങ് ഇവിടെ എത്തിച്ചേർന്നാൽ പിന്നെ ഈ പോണിനെ ഒരിക്കലും നമുക്ക് മന്ത്രിയാക്കാൻ സാധിക്കില്ല. ഇനി അതിന് പകരം നമ്മൾ ഈ പോണിനെ G3ലേക്ക് മൂവ് ചെയ്യിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന്റെ കിങ് D7ലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഓർക്കേണ്ട വിഷയം, നമ്മുടെ വൈറ്റ് കിങ്ങിന് ഇപ്പോൾ F4ലേക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ പോകണമെങ്കിൽ ആദ്യം ഈ വൈറ്റ് കിങ് ഈ പോണിനെ വെട്ടിയെടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ വെട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്ക് കിങ്ങിന് വളരെ കൃത്യമായി ഈ ഗെയിമിലേക്ക് വരാനും ഈ ഗെയിമിൽ സമനില നേടാൻ സാധിക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ആശയങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ പോൺ എൻഡ് ഗെയിമുകളിൽ വിജയിക്കാൻ സാധിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റിന് കിങ് വരേണ്ടത് H1ലേക്കാണ്. ഇനി ഇവിടെ ബ്ലാക്കിന് 2 രീതിയിൽ പ്രതികരിക്കാം. ഒന്നെങ്കിൽ കിങ്ങിനെ D7ലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പോണിനെ പുഷ് ചെയ്യാം. ഈ പോണിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിനെ വെട്ടിയെടുക്കരുത്. പകരം G3ലേക്ക് പോണിനെ പുഷ് ചെയ്യേണ്ടതായിട്ട് വരും. G3ലേക്ക് പോണിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ പോണിന്റെ കീ സ്ക്വയറുകൾ എന്ന് പറയുന്നത് ഇവ 3 ഈ സ്ക്വയറിലേക്ക് വൈറ്റ് കിങ്ങിനെ വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്നതാണ്. നമുക്ക് അതുകൂടി ഒന്ന് വിശകലനം ചെയ്യാം. അടുത്തായിട്ട് ബ്ലാക്ക് കിങ് D7ലേക്ക് വരും. വൈറ്റ് കിങ് H2ലേക്ക് വരുന്നു. ബ്ലാക്ക് കിങ് E6ലേക്ക് വരുന്നു. വൈറ്റ് പോണിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം ബ്ലാക്കിന്റെ കിങ് F5ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. വൈറ്റ് കിങ് H4ലേക്ക് വരും. ബ്ലാക്ക് കിങ് G6ലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് കിങ്ങിന് അടുത്തതായി G4ലേക്ക് വരാവുന്നതാണ്. പിന്നീട് ഈ ബ്ലാക്കിന്റെ കിങ് ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കിങ്ങിന് ഈ പോണിന്റെ കീ സ്ക്വയറിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു ആശയമാണ് നാലാമത്തെ പൊസിഷനിൽ ഡിവോസ്കി പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ ഒരു പൊസിഷൻ കൂടി ഇപ്പോൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഈ കാണുന്ന ഈ 2 പൊസിഷനും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ കാണുന്ന 2 പൊസിഷനും ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കറസ്പോണ്ടിങ് സ്ക്വയർ, ഓപ്പോസിഷൻ, സ്യൂങ്സാങ് എന്നൊക്കെ പറയുന്ന അല്പം രസകരമായ എൻഡ് ഗെയിം പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.